ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കുഞ്ഞ് മണി പോലത്തെ പഞ്ഞപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സോഫ്റ്റായിട്ട് ഒരു 3 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പോളം ഉള്ള മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൈദ നമുക്കറിയാം, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൈദ ചേർക്കണ്ട, അതിന് പകരം ഗോതമ്പ് പൊടി ചേർക്കാം. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടിക്ക് ഞാൻ 1 ടീസ്പൂണോളുള്ള ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് മൈദ, മറ്റൊന്ന് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒന്ന് തൈരാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിനകത്ത് ഈസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അത് പിന്നെ പൊന്താൻ വേണ്ടി മാറ്റി വയ്ക്കോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഒരു 2-3 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ഈ ബേക്കിംഗ് പൗഡറും ഈ മൈദയും കൂടെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് കപ്പിലാണോ മൈദ എടുത്തത് അതേ കപ്പിൽ 1 കപ്പോളം ഉള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അധികം പുളിയില്ലാത്തതും അതുപോലെ എന്താ പറയുക, നല്ല കട്ടിയായിട്ടുള്ള തൈരും വേണം എടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് തൈര് നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ ചേർക്കാം. അപ്പം ഞാനിവിടെ മുന്നോട്ട് പോകുന്തോറും ഒരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതായത് 1 കപ്പ് മൈദ എടുത്തപ്പം 1/4 കപ്പോളം ഉള്ള തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു 2 മിനിറ്റ് പോലും വേണ്ട. ഈ മാവ് ഒന്ന് മിക്സ് ചെയ്യുക, പിന്നെ ഉടനെ തന്നെ നമുക്കത് വറുത്തെടുക്കുകയും ചെയ്യാം. ഇതാ ഞാനിനി ബാക്കിയുള്ള ഒരു 1/4 കപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. നമ്മുടെ മാവ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുമോ എന്നുള്ളത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ തന്നെയാണിത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പൊടിയൊന്നും ഇനി ചേർക്കരുത്. ഇത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിതൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് പൈപ്പിംഗ് ബാഗ് ഒന്ന് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ല വീട്ടിലെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമ്മൾ മിൽമേഡൊക്കെ പാക്കറ്റ് പാലൊക്കെ മേടിക്കുന്ന ഒരു കവർ ഉണ്ടല്ലോ, അതുപോലത്തെ അങ്ങനത്തെ എന്ത് പാക്കറ്റിൽ മേടിച്ചെന്നാലും ആ ഒരു കവർ നമ്മൾ എടുത്തിട്ട് അതിനകത്തൊന്ന് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ അറ്റമൊന്ന് മുറിച്ചിട്ട് നമ്മൾ ചെയ്തെന്നാലും ഇത് കറക്റ്റായിട്ട് വരും. അപ്പം ഞാൻ ഇന്നിവിടെ പൈപ്പിംഗ് ബാഗാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പൈപ്പിംഗ് ബാഗാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് വയ്ക്കുക. അത് നല്ല വായ്വട്ടമുള്ള ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ ആ ഒരു പൈപ്പിംഗ് ബാഗ് ഒന്ന് നിവർത്തി അല്ലെങ്കിൽ വിടർത്തി ഇതിനകത്ത് ഇറക്കി വെച്ച് നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഈ ഒരു മാവ് ഇതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം മാവ് ഞാൻ ഈ ഒരു സ്പാച്ചിലയിൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചിങ്ങനെ വഴുവഴുപ്പോട് കൂടിയിട്ടാണ് വരിക. അങ്ങനെ തന്നെയാണ് വേണ്ടിയതും. അതല്ലാതെ വെള്ളം കൂടിയതോ തൈര് കൂടിയതോ ഒന്നും അല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇപ്പം തൈര് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, തൈര് ഇഷ്ടമില്ലാത്തവർക്ക് അതിന് പകരം പാലാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പാലും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മിക്സും ചേർത്തിട്ട് ഇച്ചിരി പാലും ഇച്ചിരി വെള്ളം ആ ഒരു റേഷ്യോയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് എന്തായാലും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു അറ്റം ഒന്ന് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഒന്ന് മുറിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നോസിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ഈ പൈപ്പിംഗ് ബാഗ് തന്നെ ഒരു കത്രിക വെച്ചൊന്ന് അത്യാവശ്യം കയറ്റിയിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് വറുക്കാനുള്ള കാര്യങ്ങളിലോട്ട് കടക്കാം. ഇത് പൊന്താൻ വേണ്ടി മാറ്റി വയ്ക്കുക അങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട. ഉടനെ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം. ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കത്രിക കയ്യിൽ വെക്കുക. എന്നിട്ട് കുറച്ചൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് മാവ് പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഈ വീഴുന്ന മാവെല്ലാം നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലോട്ട് വീണ് കിടക്കും. പിന്നീട് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഈ പാത്രത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നിറം കൂടെ മാറി വന്നു കഴിഞ്ഞെന്നാൽ നമുക്കിതൊന്ന് വറുത്ത് കോരാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, ഇത് നോക്കിക്കേ, ഇത് എന്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയത്. അപ്പം ഞാനതൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കത്രിക തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെന്നാൽ ഇത് പോന്നോളും. പക്ഷേ കൈ വെച്ചിട്ടാണ്, അതായത് വിരൽ വെച്ചിട്ടാണ് നിങ്ങൾ ഒന്ന് മുറിച്ചിടണേ എന്നുണ്ടെങ്കിൽ അല്പം എണ്ണ ഒന്ന് തടവുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ മൈദ ആയതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ഒന്ന് ബാക്കിയുള്ളതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഞാൻ നല്ലൊരു ബൗളിനകത്ത് ഇതെല്ലാം വറുത്ത് ഈ ഒരു നിറത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ സോഫ്റ്റാണ്. നമുക്കറിയാം മൈദ എന്ന് പറയുമ്പോൾ തന്നെ അത് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വരിക. പിന്നെ ഇതിനകത്ത് നമ്മൾ ആ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തത് കൊണ്ട് ഇങ്ങനെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ അല്പം നമ്മളിതിനകത്ത് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് പഞ്ചസാര ചേർക്കാതെ നമ്മൾ ഇതുപോലെ പുറത്തേക്ക് ഇതിപ്പം ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനൊരു ബൗളിനകത്ത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ 2 നുള്ളോളം ഉള്ള പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇതുപോലെ ഒന്ന് മേലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അത് തന്നെ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതല്ല ഇങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാവ് ഉണ്ടാക്കിയ ഒരു സമയത്ത് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്ത് അല്പം 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെന്നാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. ഈ തൈരിൻ്റെ ചെറിയൊരു പുളിപ്പും പഞ്ഞി പോലത്തെ സോഫ്റ്റ്നെസ്സും ആയിട്ടുള്ളൊരു കുഞ്ഞുങ്ങൾക്കൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പം ഞാനിതുപോലെ ഒന്ന് ചൂടോട് കൂടെ തന്നെ ഈ ഒരു പഞ്ചസാരയുടെയും പട്ടയുടെയും മിക്സ് ഒന്ന് മേലൊന്ന് തൂവി കൊടുത്ത് കഴിഞ്ഞെന്നാൽ കുറച്ചൊക്കെ ആ ഒരു പഞ്ചസാരൊക്കെ ചൂടിൽ അലിഞ്ഞ് എന്താ പറയുക ഈ ഒരു ഇതിനൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് കാണിക്കാം. കണ്ടോ, ഈ നമ്മുടെ ബ്രെഡൊക്കെ നമ്മൾ ചൂടുള്ള ബ്രെഡ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, അതിനേക്കാളും സോഫ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ മൈദപ്പൊടിയിൽ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇനി ഇത് ഗോതമ്പ് പൊടിയിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. 2 മിനിറ്റിൽ 3 ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.